നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾക്കൊക്കെ അറിയാം സുജയ പാർവതി എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടർ. ആ റിപ്പോർട്ടർ സംഘ BJP ആശയങ്ങളുടെ പക്ഷത്തൊക്കെ നിന്ന് ആ ചാനലിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാഫാണ് എന്ന് നമ്മൾക്കറിയാം. അവരുടെ രാഷ്ട്രീയ ബോധത്തെക്കുറിച്ചൊന്നും എനിക്ക് അത്ര താല്പര്യവുമില്ല, വിശ്വാസവുമില്ല. കാരണം അവർ കൃത്യമായിട്ട് റിപ്പോർട്ടർ ചാനലിൽ അവർ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡമ്മി, അതായത് ഒരു പാവയായിട്ടുള്ള റിപ്പോർട്ടർ തന്നെയാണ്. എന്നിരുന്നാലും അവർ BJP സംഘ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അവരെ ഇഷ്ടമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ കഴിഞ്ഞ ദിവസം മിഥുൻ എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു കുരുന്ന് സ്കൂളിൽ കൊല്ലപ്പെട്ട്, നോക്കൂ, നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ഒരുക്കി വിടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചു വരുമോ എന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് സ്കൂളിലെ വിദ്യാഭ്യാസം, അതല്ലെങ്കിൽ ഈ നാട്ടിലെ ഭരണം മാറിയിരിക്കുന്നു. കുഞ്ഞു മക്കളെ ഒരുക്കി വിട്ടാൽ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമോ എന്ന് നമ്മൾക്കറിയില്ല. ആരെങ്കിലും ആശുപത്രിയിൽ പോയാൽ അവിടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോയാൽ ജീവൻ നഷ്ടപ്പെട്ടാണോ തിരിച്ചു വരിക, ആംബുലൻസിലാണോ വരിക എന്ന് നമ്മൾക്കറിയില്ല. അങ്ങനെ ഏതൊരു മേഖലയിലും പാമ്പ് കടിച്ചിട്ടായാലും വേണ്ടില്ല, സ്കൂൾ പൊളിഞ്ഞാടിയിട്ടായാലും വേണ്ടില്ല, കറണ്ട് അടിച്ചിട്ടായാലും വേണ്ടില്ല, എങ്ങനെയൊക്കെ ആയാലും നമ്മുടെ ഇവിടുത്തെ കുഞ്ഞു മക്കളായാലും വലിയവരായാലും ആർക്കും രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുള്ള ഈ കേരളത്തിലെ മിഥുൻ എന്ന് പറയുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് നമ്മളെ കഴിഞ്ഞ ദിവസം വിട്ടുപോയി. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സുജയ പാർവതി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കേൾക്കേണ്ടതാണ്. അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. മന്ത്രിക്ക് CPIയുടെ വനിതാ സംഗമത്തിലെ സൂംബ നൃത്തമാണ് അവിടെ മരിച്ചു കിടക്കുന്ന ഷോക്കേറ്റ് പിഴഞ്ഞു വീണ 13കാരന്റെ ജീവനേക്കാൾ വലുത് ആ മന്ത്രിക്ക് കൊച്ചിയിലെ വനിതാ സംഗമവും അതിലെ സൂംബ നൃത്തവും ഒക്കെയാണ്. എന്നിട്ട് ഒരു വഷളൻ പ്രസംഗവും. അവരുടെ ആ പ്രസംഗത്തെ വഷളത്തരം എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? ഇത്രയും വഷളത്തരം പറയുന്ന ഒരു മന്ത്രിയെ വെച്ചുകൊണ്ടിരിക്കണം മന്ത്രിസഭയിൽ. അവരൊരു സ്ത്രീ കൂടിയാണ്, എന്നാൽ പോലും പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും വഷളത്തരം പറയുന്ന ഒരു മന്ത്രിയെ പിണറായി വിജയൻ ആ മന്ത്രിസഭയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. CPIയുടെ ബിനോയ് വിശ്വം വലിയ ആദർശധീരനും വലിയ കാര്യത്തിൽ മുഖ്യമന്ത്രി അടക്കം വിമർശിക്കുന്ന ആളാണല്ലോ. എന്നിട്ട് എന്താ മിണ്ടാത്തത്? മന്ത്രി ജെ ചിഞ്ചുറാണി ഇത്രയും വിളിച്ചു പറഞ്ഞിട്ട് ഒരു വാക്ക് പോലും വന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞത് ശരിയായില്ല ചിഞ്ചു എന്തെങ്കിലും പറയാമല്ലോ, അതും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എവിടെയാണ് ഇവർക്ക് കാണിക്കുന്ന ആദർശം എന്നൊക്കെ പറയുന്നത്? വെറും പൊള്ളത്തരമാണ്. ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെ ഈ ഹെഡ് മിസ്ട്രസിനും അധ്യാപകർക്കൊക്കെ എന്താ ജോലി, അതുപോലെ PTA എന്താ ജോലി, അതുപോലെ തന്നെ സമയാസമയങ്ങളിൽ ഓഡിറ്റ് നടത്താത്ത ആളുകൾക്ക് അവിടെ എന്താണ് ജോലി എന്ന് നമ്മളും തിരിച്ചു ചോദിക്കും. ഈ സിസ്റ്റത്തോളം തിരിച്ചാ ചോദ്യം ചോദിക്കണമെന്ന് ആ കുഞ്ഞിന് വേണ്ടി. കാരണം തേവലക്കര സ്കൂളിൽ ഈ മൈതാനത്തിന് കളി മൈതാനത്തിന് മുകളിലൂടെ വൈദ്യുത ലൈൻ വലിക്കരുത് എന്നുള്ളത് ഇപ്പോൾ ഈ മെയ് 13 ഇറങ്ങിയ സർക്കുലർ മാത്രമൊന്നുമല്ല, കാലാകാലങ്ങളായി നിലവിൽ നിൽക്കുന്ന ഓർഡറാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് പാലിക്കുന്നില്ല? 108 വർഷം പഴക്കമുള്ള ഒരു സ്കൂളിൽ ഷാനവാസ് ഇപ്പോൾ ഓർഡർ ഇറക്കിയിട്ട് വേണം ഇതൊക്കെ അറിയാൻ. ഇത്രയും കാലം ഈ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നവർക്ക് ഇതൊന്നും അറിയില്ലേ? ഇപ്പോൾ CPIഎമ്മിന്റെ കുന്നത്തൂർ ഏരിയ കമ്മിറ്റി കീഴിലുള്ള മൈനാഗപ്പള്ളി കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തുളസീധരൻ പിള്ള എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? എന്ത് മാനേജറാണ് തുളസീധരൻ പിള്ള? അയാൾക്ക് ഇതൊന്നും നോക്കാൻ സമയമില്ലേ? ഇതൊന്നും നോക്കാൻ സമയമില്ല. നോക്കൂ, സ്കൂൾ മാനേജർ മുരളീധരൻ പിള്ള എന്ന് പറയുന്ന ഒരുത്തനാണ് ഈ സ്കൂളിനെ, ഈ കുഞ്ഞു മകൻ മരിച്ച, ഈ മിഥുൻ മരിച്ച സ്കൂളിന്റെ മാനേജർ. അന്തംഗമ്മികളുടെ മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കാൻ വിടുന്നുണ്ടെങ്കിലും ആ പഠിപ്പിക്കാൻ നിങ്ങൾ ഒരുക്കി വിടുന്ന കുഞ്ഞു മക്കൾ പോകുന്ന സ്കൂള് ആരുടെ മാനേജ്മെന്റിന് കീഴിലാണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ടും അറിയേണ്ടതുണ്ട്. അത് ഈ മാക്രികൾ, ഈ ദുഷ്ടവർഗത്തിന്റെ, ഈ നരഭോജി വർഗത്തിന് കീഴിലാണോ, അതോ ഇസ്ലാമിക ജിഹാദി വർഗത്തിന് കീഴിലാണോ? അത്തരത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം വേണം നിങ്ങളുടെ മക്കളെ പറഞ്ഞു വിടാൻ. ഇനി സർക്കാർ സ്കൂളുകളിലാണെങ്കിൽ പറയും വേണ്ട. കാരണം ഇന്ന് UP തലം മുതൽ, അല്ലെങ്കിൽ LP തലം മുതലുള്ള കുട്ടികളിലേക്ക് ലഹരി അത്ര കണ്ട് വ്യാപിപ്പിച്ചുകൊണ്ട് അവിടെ SFI അടക്കമുള്ള DYFI അടക്കമുള്ള ഈ വൃത്തികെട്ട സംഘടനകളൊക്കെ അർമാദിക്കുന്നത് കുഞ്ഞുമക്കളുടെ ഭാവി പോലും നശിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ പറയുന്ന ചിഞ്ചു റാണി എന്ന് പറയുന്ന മന്ത്രി പറഞ്ഞ നിരുത്തരവാദപരമായുള്ള പ്രസ്താവന എന്തെന്നറിയാമോ? അവർ പറയാണ്, ആ കുട്ടി അങ്ങോട്ട് വലിഞ്ഞു കയറി, അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക, അങ്ങനെ പിടിച്ചിറക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ആ കുരുന്നിന് സംഭവിച്ച ആ ദുരന്തത്തെ പോലും തന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, തന്റെ രാഷ്ട്രീയ അടിമത്തത്തിന് വേണ്ടി ആ കുഞ്ഞിന്റെ മക്കളെ വേദനിപ്പിക്കുന്ന ദുഷ്ടരീതിയിൽ സംസാരിച്ച ആ സ്ത്രീയുടെ സംസാരമുണ്ടല്ലോ, അത് എങ്ങനെയാണ് പറയാതിരിക്കാനാവുക? ഇവർ CPIയുടെ മന്ത്രാണ്, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ഇവരൊക്കെ ഇത്തരത്തിലാണ് ഇങ്ങനെ ഒരു മന്ത്രിയൊക്കെ ഉണ്ട് എന്നുള്ള നാട്ടുകാർ അറിയുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉല്ലാസ് ബാബു, BJPയുടെ ചാനൽ ചർച്ചകളുടെ സ്ഥിരം മുഖമായിട്ടുള്ള, പോരാട്ട വീര്യത്തിന്റെ മുഖമായിട്ടുള്ള, പച്ചയ്ക്ക് കാര്യങ്ങൾ പറയുന്ന അദ്ദേഹത്തിന്റെ ആ ചാനൽ ചർച്ചയിലെ ഭാഗങ്ങൾ കൂടി അല്പം നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. അല്ല, സുരേഷ് കുമാർ നേരത്തെ പറഞ്ഞു ഉല്ലാസ് ബാബു മര്യാദ വേണമെന്ന്. എന്റെ മര്യാദ പഠിപ്പിക്കാൻ താങ്കളാരാണ്? താങ്കളോട് എന്ത് മര്യാദക്കാരാണ് ഞാൻ സംസാരിച്ചത്? മര്യാദകൾ സംസാരിക്കാൻ വിചാരിക്കണം കേട്ടോ. ആ വർത്തമാനം ഒന്നും പറയണ്ട. പിന്നെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് താൻ സംസാരിക്കുക, ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് താങ്കൾ സംസാരിച്ചപ്പോ സുരേഷ് കുമാറെ, താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ സംസാരിച്ചോ? ശിവൻകുട്ടി
ശിവൻകുട്ടി എന്ന് പറയപ്പെടുന്ന ദുരന്തം തന്നെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നശിപ്പിച്ച് പണ്ടാരടങ്ങിയത് എന്ന് ഞാൻ കൃത്യമായി പറയുന്നേ. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് നശിപ്പിച്ച് ഈ സമൂഹത്തിനകത്ത് വളർന്നു വരുന്ന യുവതലമുറയെ പ്രതിസന്ധിയിലാക്കി വളർന്നു വരുന്ന മക്കൾക്ക് ഏറ്റവും വലിയ മോശകരമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖല ഉണ്ടാക്കി കൊടുത്ത വ്യക്തികളുടെ പേരാണ് ശിവൻകുട്ടി എന്ന് പറയപ്പെടുന്ന കഴിവില്ലാത്ത, പ്രാപ്തിയില്ലാത്ത, വീക്ഷണമില്ലാത്ത, ഈ സമൂഹത്തിനോട് യാതൊരു വിധ സ്നേഹമില്ലാത്ത ശിവൻകുട്ടി എന്ന് പറയപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിന് കഴിവില്ലെങ്കിൽ, പ്രാപ്തിയില്ലെങ്കിൽ അത് വിളിച്ചു പറയുന്ന ജനങ്ങളാണ് അതിന്റെ ബുദ്ധിമുട്ട്. യുപിയിലേക്കോ ഗുജറാത്തിലേക്കോ ബീഹാറിലേക്കല്ല പങ്കെടുക്കുന്നത്. എന്താ സുരേഷ് കുമാറിന് വിഷമില്ലാത്ത? സുരേഷ് കുമാറിന്റെ മക്കളെ കുടുംബത്തെ സുഖമായിട്ടിരിക്കുക. പക്ഷെ മിഥുൻ എന്ന് പറയുന്നത് പാവപ്പെട്ട കുട്ടി മരിച്ചു, ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം അറിയോ, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട്ടിൽ സുരക്ഷിതരാണ്. മിഥുൻ മരിച്ചു വീണിരിക്കുന്നു, ആ പയ്യൻ മരിച്ചു വീണിരിക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അതിൽ ഒരു ആകസ്മിക സംഭവം എന്ന് പറയപ്പെടുന്നത്? ഉല്ലാസ് ബാബുവിന് വിഷമം ഉണ്ടാവും. ഉല്ലാസ് ബാബുവിന് അതിൽ വിഷമം ഉണ്ടാവും. കാരണം ഈ സമൂഹത്തിലെ ഒരു വിദ്യാർത്ഥി അങ്ങനെ മരിച്ചു വിടുന്ന സമയത്ത് ഇടതുപക്ഷക്കാരനായ സുരേഷ് കുമാറിന് ഒരു പ്രയാസം ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ മക്കളെ സ്വാശ്രയ സമരം നടക്കുന്ന കാലത്ത് പിണറായി മകളെ സ്വാശ്രയ വിദ്യാഭ്യാസത്തിന് അയച്ച ചരിത്രമൊക്കെ നമുക്കറിയാം. സുരേഷ് കുമാറെ ഞങ്ങൾ കൃത്യമായി വെല്ലുവിളിക്കുന്നു. ശിവൻകുട്ടിയെ കുറിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സോഷ്യൽ ഓഡിറ്റ് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ നയവും സുരേഷ് വിദ്യാഭ്യാസ ശൈലിയും ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ മേഖല കൊണ്ടുനടന്ന രീതിയും കറക്റ്റാണെന്ന് ഈ പൊതുസമൂഹം പറയുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞ പണി ഞാൻ എടുക്കാം. ഈ പരാജിതനായ ഒരു വ്യക്തിയെ വീണ്ടും വെള്ളം പൂശാനുള്ള നാണവും നിങ്ങൾക്കില്ല. നിങ്ങൾ സ്വന്തം മക്കളോട് ചോദിക്കുക, ശിവൻകുട്ടി എന്ന് പറയപ്പെടുന്ന പരാജയപ്പെട്ടവന്റെ ചരിത്രം ആ മക്കൾ പറഞ്ഞു തരും നിങ്ങൾക്ക്. വിദ്യാഭ്യാസ മേഖലയുടെ കഴുക്കോലും മൂത്തരവും മോടും എല്ലാം ഊരി അത് നശിപ്പിച്ച് അതിനെ കൊണ്ട് നശിപ്പിച്ച് നാരണക്കല്ലെടുത്ത് ഒരു മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി ധാർമ്മികത നഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥി സമൂഹത്തെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ തിരികെ എത്താം. ശ്രീ രാജേന്ദ്രനിലേക്ക് കൂടി ഒന്ന് പോകണം. ശ്രീരാജേന്ദ്രൻ നേരത്തെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയം ലഹരിയിലേക്ക് കൂപ്പുകുത്തുന്ന വിദ്യാർത്ഥി സമൂഹം, ഇവിടെ ധാർമ്മികത നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥി സമൂഹം, ഈ വിദ്യാർത്ഥി ഇങ്ങനെ കുട്ടികൾ വഴിതെറ്റുന്നതിന് കൂടെ പിടിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയും സംവിധാനവുമാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത്. അങ്ങേക്കൊന്ന് പിടിച്ചെടുക്കാം ശ്രീരാജേന്ദ്രൻ. ഒരു സെക്കൻഡ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി എടുക്കാം. ഒരു സെക്കൻഡ് അങ്ങേക്ക് സമയം തരാം. ദേവലക്കരയില് നടന്നിരിക്കുന്നത് നേട്ടങ്ങൾ കൊണ്ട് തിരിച്ചറിയാവുന്നതാണ്. ഒരു കുട്ടിയുടെ അവിടുത്തെ നമ്മുടെ ഹൃദയം മതിക്കുന്ന രീതിയിൽ മിഥുൻ എന്ന കുട്ടിയുടെ ജീവൻ അപഹരിച്ചു കളഞ്ഞത് അവന് കയ്യെത്തുന്ന ഉയരത്തിൽ കൂടി പോയ വൈദ്യുതി ലൈനാണ്. അതിന് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതിന്റെ കുറ്റം അവിടുത്തെ പ്രിൻസിപ്പലും ഹെഡ് മാസ്റ്ററും അതുപോലെ വൈദ്യുതി ബോർഡിന്റെ അവിടുത്തെ ചുമതലയുള്ള ആൾ ഏറ്റെടുക്കണം. അവരെ ആദ്യം സസ്പെൻഡ് ചെയ്യണമായിരുന്നു. അതിനുശേഷമാണ് അന്വേഷണം. നോക്കൂ, ഇവർ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടല്ലോ, ഒന്ന് ചിന്തിക്കേണ്ടത് നോക്കൂ. 9 വർഷമായി ഈ സ്കൂളിൽ ഇത്തരത്തിലൊരു ഷെഡ് ഉണ്ടായിരുന്നെന്നും ഈ ഷെഡിന് മുകളിലൂടെ ഇങ്ങനെ ഇലക്ട്രിക് ലൈൻ കടന്നു പോയിട്ടുണ്ടായിരുന്നെന്നും ഇത്രയും നിരുത്തരവാദപരമായിട്ട് അറിവുണ്ടായിട്ടും അതിനെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ടെന്ന് അറിയാമോ? ഒരു മുരളീധരൻ എന്ന് പറയുന്ന ലോക്കൽ സെക്രട്ടറി, ഒരു മാക്രി, ഒരു ദുഷ്ടനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ, അന്തം കമ്മി, ഇനി ഏതൊക്കെ ഭാഷയാണ് അവനെ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്കുമുണ്ട് 7ാം ക്ലാസ്സിന് പഠിക്കുന്ന ഒരു കുഞ്ഞ്, LKG-യിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എനിക്കുമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും കുഞ്ഞുങ്ങളും പേരക്കുട്ടികളും ഒക്കെ. ആ കുട്ടികളൊക്കെ ഇത്തരത്തിൽ മരിച്ചു വീഴുന്ന സമയത്ത് അതിലൊരു ഉത്തരവാദവും ഇല്ലാതെ നിരുത്തരവാദമായിട്ട് സംസാരിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ കൊണം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നിയമസഭ തല്ലിപ്പൊളിച്ച കേസിൽ നിയമസഭ എന്ന് പറയുന്ന നമ്മുടെ കേരളം ഭരിക്കുന്ന ആ ഭരണത്തിന്റെ ആ ക്ഷേത്രം ആയിട്ട് കണക്കാക്കേണ്ട പരിശുദ്ധതയോടെ കാണേണ്ട ആ നിയമസഭ ചവിട്ടിപ്പൊളിച്ച് തല്ലിപ്പൊളിച്ച കേസിൽ ലോകം മുഴുവൻ കണ്ട ആ ദൃശ്യങ്ങൾ പോലും സാക്ഷിയാക്കിക്കൊണ്ട് അത്തരത്തിലൊരു ക്രിമിനൽ കേസിലെ പ്രതിയാണ് വിദ്യാഭ്യാസ മന്ത്രി. മാത്രമല്ല 4 വാക്ക് കാണാതെ പറയാനോ എഴുത്തും വായനയും ഇല്ലാത്ത, അതല്ലെങ്കിൽ അറിയാത്ത, സംസാരിക്കാനും ഒന്ന് നോക്കി വായിക്കാൻ പോലും അറിയാത്ത അയാളാണ് വിദ്യാഭ്യാസ മന്ത്രി. അതുകൊണ്ടാണ് ഉല്ലാസ് ബാബു പച്ചയ്ക്ക് പറഞ്ഞത്, നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കുഞ്ഞു മക്കളോട് ചോദിച്ചിട്ട് ഒരു ക്യാമ്പയിൻ നടത്തൂ, എന്താണ് ഈ ശിവൻകുട്ടി കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന്. മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ അന്തംകമ്മിയുള്ള ന്യായീകരണ ക്യാപ്സൂൾ കമ്മിയോട് ഉല്ലാസ് ബാബു ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മക്കളോട് തന്നെ ചോദിക്കൂ ഈ ശിവൻകുട്ടിയെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പച്ചയ്ക്ക് ചോദിക്കുന്നുണ്ട്. അത്തരത്തിൽ പിന്നെ അവതാരികയുള്ള ലേഡി പറയുന്നുണ്ട്, പിണറായി വിജയൻ ഇവിടെ സ്വാശ്രയ സമരത്തിനെതിരെയൊക്കെ സമരം ചെയ്തുകൊണ്ട് രക്തസാക്ഷിയായിട്ടുള്ള കൂത്തുപറമ്പിലെ ഒരുപാട് എണ്ണത്തിന് നമ്മൾക്കറിയാം. അതിൽ ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും എന്ന രീതിയിൽ ജീവിച്ച ഒരു പുഷ്പനെ നമ്മൾക്കറിയാം. കൊല്ലം തോറും പുഷ്പനെ അറിയാമോ, ഞമ്മന്റെ പുഷ്പനെ അറിയാമോ എന്നും ചോദിച്ച് കോമാളികൾ ഈ തളർന്നു കിടക്കുന്ന അനങ്ങാൻ പോലും പറ്റാതെ മലമൂത്ര വിസർജൻ പോലും ആ കിടന്ന കിടപ്പിൽ വഹിക്കുന്ന പുഷ്പനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന കോമാളി പാട്ടും കോമാളി ഡാൻസും ഒക്കെ നമ്മൾ കാണാറുണ്ട്. എന്തായാലും അദ്ദേഹം ഇഹലോകവാസം പുൽകിയത് കൊണ്ട് ഇനി ആ മനുഷ്യനെ നമ്മൾക്കൊന്നും പറയണ്ട. എന്നിട്ട് ഈ സ്വാശ്രയ കോളേജുകൾക്കും അതിനെതിരെ സമരമൊക്കെ നയിച്ച പിണറായി വിജയന്റെ മക്കൾ പഠിച്ചതും പിണറായി വിജയന്റെ മക്കൾ ജോലി ചെയ്യുന്നതും അതല്ലെങ്കിൽ സഖാക്കന്മാരുടെ നേതാക്കന്മാരുടെ പൂർണ്ണമായിട്ടുള്ള മക്കൾ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ എവിടെയാണെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാനാവും. മാത്രമല്ല ഇവിടെയുള്ള മന്ത്രിമാരുടെ ഭാര്യമാരൊക്കെ ജോലി ചെയ്യുന്നത് ഇസ്രയേൽ അടക്കമുള്ള രാജ്യങ്ങളിൽ കൂടിയാണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇസ്രയേലിനെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കും,
എന്നിട്ടോ അവിടെ തന്റെ ഭാര്യയൊക്കെ ജോലിക്ക് പറഞ്ഞയച്ചിട്ടുള്ള രാജീവ് എന്ന് പറയുന്ന ഒരു മന്ത്രി ഈ നാട്ടിലുണ്ട്. അമേരിക്കയെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കും. എന്നിട്ടോ അവിടേക്ക് നാണവും മാനവും ഉളുപ്പമില്ലാതെ ട്രീറ്റ്മെന്റിന് പോകുന്ന പിണറായി വിജയനെ നമ്മൾ കാണും. എന്നാലും ഇവിടുത്തെ അന്തൻ കമ്മികളായിട്ടുള്ള ഹിന്ദുക്കളും അന്തൻ കമ്മികളുടെ ക്രിസ്ത്യാനികളും കോൺഗ്രസ്സുകാരായിട്ടുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇനിയും മനസ്സിലാക്കാതെ RSS BJP വിരുദ്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ നടക്കുന്ന സകല ദുഷ്ടത്തരത്തിനും കോപ്പ് കൂട്ടാൻ വേണ്ടി ഇവന്മാരെയൊക്കെ വീണ്ടും വീണ്ടും വോട്ട് കുത്തി ജയിപ്പിക്കുന്ന നിന്നെയൊക്കെ ഇനി എന്താടോ വിളിക്കേണ്ടത്? നീയൊക്കെ നിനക്ക് സ്വയം ചാർത്തി നടക്കുന്ന പ്രബുദ്ധൻ എന്നുള്ള പേരുണ്ടല്ലോ, ആ പ്രബുദ്ധതയിലെ ആ ബുദ്ധൻ എന്നുള്ള വാക്കെങ്കിലും മാറ്റിവെച്ചിട്ട് നീ വേറെ വല്ല പേരും കണ്ടുപിടിച്ച് അടിമയെന്നോ അതല്ലെങ്കിൽ അമേദ്യം ഭക്ഷിക്കുന്ന കൃമി എന്നോ പുഴു എന്നോ എങ്കിലും അത് കൂട്ടിച്ചേർക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.